Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPT Evaluation and Management എന്നുള്ള സെക്ഷനിലെ ടെലിഫോണിക് സർവീസസ് എന്നുള്ള ടോപ്പിക്ക് നോക്കാം. ഇത് വരുന്നത് നോൺ ഫേസ് ടു ഫേസ് സർവീസസിൻ്റെ അണ്ടറിലാണ്. കോഡുകൾ വരുന്നത് 994412 99443 ആണ്. പിന്നെ ഒരു രണ്ട് കോഡുകൾ അവിടെ ഉണ്ട്, 99437 439. അത് ഔട്ട് ഓഫ് ന്യൂമറിക്കൽ സീക്വൻസിങ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. So what is telephonic services? Telephonic services are non-face-to-face evaluation and management services provided to a patient using the telephone by a physician or other qualified healthcare professional who may report evaluation and management service. അപ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് അല്ലാതെ ടെലിഫോണിലൂടെ കൊടുക്കുന്ന ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസിനെയാണ് ടെലിഫോണിക് സർവീസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. These codes are used to report episodes of patient care initiated by an established patient or guardian of an established patient. അപ്പോൾ ഇവിടെ മെയിൻലി ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുന്ന വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും ടെലിഫോണിക് സർവീസും കിട്ടുക. അല്ലെങ്കിൽ ഡോക്ടറിന് ഇടയ്ക്കിടയ്ക്ക് ടെലിഫോണിക് സർവീസ് കിട്ടുന്ന ആളുകളായിരിക്കും. കൂടുതലായിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ഇങ്ങനെ ഒരു സർവീസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കാണുന്ന ഒരു ഡോക്ടറോട് നമ്മൾ എന്തായാലും ടെലിഫോണിക് സർവീസിന് പോവില്ലല്ലോ. നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക ഒരു ഓഫീസ് വിസിറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ടെലിഫോണിക് വിസിറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഗാർഡിയൻസോ ആയിരിക്കും ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇഫ് ദി ടെലിഫോൺ സർവീസ് എൻഡ്സ് വിത്ത് ദ ഡിസിഷൻ ടു സീ ദ പേഷ്യൻറ്റ് വിത്തിൻ 24 hours ഓർ നെക്സ്റ്റ് അവൈലബിൾ അർജൻറ്റ് വിസിറ്റ് അപ്പോയിൻറ്റ്മെൻറ്റ്, ദ കോഡ് ഇസ് നോട്ട് റിപ്പോർട്ടഡ്. Rather, the encounter is considered part of the pre-service work of the subsequent E&M service, procedure and visit. അതായത് ഇപ്പോൾ ഒരു ടെലിഫോണിക് സർവീസ് അത് എൻഡ് ചെയ്യുന്നത് 24 hours അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റിൽ പേഷ്യൻറ്റ് ഡോക്ടറിനെ ഡയറക്റ്റ് ഓഫീസിൽ വന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഡിസിഷനിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതൊരു ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, 24 hours കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ ഇന്നൊരു കോൾ ചെയ്തു അല്ലെങ്കിൽ ടെലിഫോണിക് സർവീസ് കിട്ടി, 24 hours ശേഷമാണ് പേഷ്യൻ്റ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ കോളിനെ നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യും. അതിന് പകരം ഇന്ന് കോൾ ചെയ്തു, ഇപ്പം മോർണിംഗിൽ കോൾ ചെയ്തു, അപ്പോൾ തന്നെ ഡോക്ടർ പറയാണ് ബൈ ഈവനിങ് എന്നെ വന്ന് കാണൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 24 hours ഈ ഒരു പേഷ്യൻ്റ് ഡോക്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. Likewise, if the telephone call refers to an E&M service performed and reported by that individual within the previous 7 days, either requested or unsolicited patient follow-up, or within the post-operative period of the previously completed procedure, then the services is considered part of that. ഈ ഒരു സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്നത് ഇഫ് എ ഫോൺ കോൾ റിഫേഴ്സ് ടു ആൻ E&M സർവീസ് പെർഫോംഡ് ആൻഡ് റിപ്പോർട്ടഡ് ബൈ ദാറ്റ് ഇൻഡിവിജ്വൽ വിത്തിൻ ദ പ്രീവിയസ് 7 days. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഡോക്ടറെ ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്തു, അതിനുശേഷം ആ ഒരു സെയിം കാര്യം തന്നെയായിരിക്കാം അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വിത്തിൻ 7 days പിന്നീട് ഒരു ടെലിഫോണിക് കോൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 7 days കഴിഞ്ഞാൽ, അതായത് 1 week കഴിഞ്ഞാൽ മാത്രമേ അതിനെ നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ഒരു ഓഫീസ് വിസിറ്റ് നടത്തി അല്ലെങ്കിൽ ഒരു ഫേസ് ടു ഫേസ് വിസിറ്റ് നടത്തി ആഫ്റ്റർ 7 days കോൾ ചെയ്യുന്നതെങ്കിൽ മാത്രമേ അത് ടെലിഫോണിക് സർവീസ് ആവുള്ളൂ. വിത്തിൻ 7 days ആണെങ്കിൽ അത് നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കോഡ് ചെയ്യില്ല. അതുപോലെ തന്നെ പറയുന്നതാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഓഫ് ദ പ്രീവിയസ്ലി കംപ്ലീറ്റഡ് പ്രൊസീജിയർ എന്ന് പറയുന്നു. അതായത് ഒരു പേഷ്യൻ്റ് ഓൾറെഡി ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇരിക്കുമ്പോഴാണ് ഒരു ടെലിഫോണിക് സർവീസ് കിട്ടുന്നതെങ്കിൽ അത് പാർട്ട് ഓഫ് ദി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതിന് ടെലിഫോണിക് സർവീസായിട്ട് കോഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ 3 പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ടെലിഫോണിക് സർവീസ് കിട്ടി 24 hours ഒരു ഡയറക്റ്റ് വിസിറ്റ് ഫേസ് ടു ഫേസ് വിസിറ്റ് നടത്തിയാൽ ഈ ഒരു ടെലിഫോണിക് കോളിനെ നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. സെക്കൻഡ് തിങ്, ഒരു ഓഫീസ് വിസിറ്റ് നടത്തി
അതിന് 7 ഡേയ്സിനുള്ളിൽ, അതായത് ഒരു ഓഫീസ് വിസിറ്റ് നടത്തിയതിന് ശേഷമുള്ള 7 ഡേയ്സിനുള്ളിൽ ഒരു ടെലിഫോണിക് കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യില്ല. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഡോക്ടറിനെ ടെലിഫോണിക് കോൾ ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? ഒരു കോൾ ചെയ്തിട്ട് ആഫ്റ്റർ 24 hours വന്ന് ഒരു വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കോൾ ചെയ്തതിന് ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഒരു വിസിറ്റ് നടത്തി ആഫ്റ്റർ 1 week, ഒരു 7 daysന് ശേഷമാണ് കോൾ ചെയ്യുന്നതെങ്കിലും നമ്മൾ ടെലിഫോണിക് സർവീസായിട്ട് കോഡ് ചെയ്യും. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ കോഡ് ചെയ്യില്ല. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലൊന്നും അല്ലാത്തൊരു പേഷ്യൻ്റാണ് കോൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോളൊക്കെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. കാരണം ഒരു പ്രൊസീജിയർ കഴിഞ്ഞ പേഷ്യൻറ്റിന് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിക്കാവുന്നതാണ്. സോ അത് ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യില്ല. സോ കോഡുകൾ വരുന്നത് ഫസ്റ്റ് 99441 ആണ്. ടെലിഫോൺ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് ബൈ എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who may report evaluation and management services provided to an established patient, parent or guardian not originating from a related E&M service provided within the previous 7 days, nor leading to an E&M service or procedure within the next 24 hours or soonest available appointment. 5 to 10 minutes of medical decision ആണ്. സോ ടെലിഫോണിക് സർവീസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഇൻക്ലൂഡഡ് കാര്യമാണോ എക്സ്ക്ലൂഡഡ് ആണോ എന്നൊക്കെ നോക്കുക. അതിനുശേഷം ഇവിടെ പറയുന്ന ടൈം എന്ന് പറയുന്നത് 5 to 10 minutes ഓഫ് മെഡിക്കൽ ഡിസിഷൻ ആണ്. മെഡിക്കൽ ഡിസ്കഷൻ ആയിരിക്കും ടെലിഫോണിക് സർവീസിലൂടെ കിട്ടിയിട്ടുണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഡ് കൊടുക്കുക 99441 ആണ്. സോ 99442 എന്ന് പറയുന്നതും സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതായത് 24 hours ശേഷമായിരിക്കണം വന്ന് വിസിറ്റ് ചെയ്യുന്നത്. കോളിന് 24 hours കഴിഞ്ഞിട്ടായിരിക്കണം വിസിറ്റ് ചെയ്യുന്നത്. വിസിറ്റിന് 7 days ആഫ്റ്റർ ആയിരിക്കണം കോൾ ചെയ്യുന്നത്. അതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് ആവരുത്. അങ്ങനെയുള്ള കേസിലാണ് ടെലിഫോണിക് സർവീസായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിന് 11 to 20 minutes മെഡിക്കൽ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ത്രൂ ടെലിഫോൺ ആണെങ്കിൽ നമ്മൾ 99442 കൊടുക്കാം. ഇനി 99443 എന്ന് പറഞ്ഞാൽ 21 to 30 minutes ഓഫ് മെഡിക്കൽ ഡിസ്കഷൻ ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ 55-year-old established patient request phone visit. Patient has hypothyroidism and hypertension. Medications are reviewed and refill order is sent to pharmacy. Visit time 6 PM to 6:10 PM ആണ്. ഇവിടെ ഒരു 55-year-old ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ഫോൺ കോൾ, അതായത് ടെലിഫോണിക് സർവീസാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. പേഷ്യൻറ്റിന് ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ട്. മെഡിസിനൊക്കെ റിവ്യൂ ചെയ്ത് റീഫിൽ ഓർഡർ ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്യുന്നു. സോ ഇവിടെ വിസിറ്റ് ടൈം പറയുന്നത് 6 to 6:10 ആണ്. സോ 10 minutes ഓഫ് ടെലിഫോണിക് സർവീസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ കോഡുകൾ നോക്കുമ്പോൾ നമുക്കറിയാം 99441 ആണ് 5 to 10 minutes ഓഫ് മെഡിക്കൽ ഡിസ്കഷനുള്ള കോഡ് വരുന്നത്. സോ ആൻസർ വരുന്നത് 99441 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 65-year-old established a patient with multiple comorbidities request phone visit. Patient has diabetes mellitus and hypertension. Patient complains of headache since 2 days. Blood pressure readings at home indicated 150/90 mmHg. Patient said he did not take his medication for the last 2 days. Physician advised on medication compliance and to recheck the BP after taking medication and to monitor the BP for a couple of days. If still not controlled, advised for an in-person office visit after 7 days. Visit time 10 AM to 10:25 AM ആണ്. സോ ഇവിടെ 65-year-old എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. പേഷ്യൻറ്റിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഡയബറ്റിസ് മെലിറ്റസ് ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ട്. 2 ദിവസമായിട്ട് പേഷ്യൻ്റ് ഹെഡ് ഏക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് പ്രഷറൊക്കെ 150/90 ആണ് കിടക്കുന്നത്. പിന്നെ മെഡിക്കേഷൻസ് ലാസ്റ്റ് 2 days എടുത്തിട്ടില്ല എന്ന് പറയുന്നു. സോ ഫിസിഷ്യൻ അഡ്വൈസ് ചെയ്യുകയാണ് കറക്റ്റായിട്ടുള്ളതൊക്കെ റീചെക്ക് ചെയ്യാണ്, BP ഒക്കെ നോക്കുക, മോണിറ്റർ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്.
ഇനി എന്നിട്ടും കൺട്രോൾഡ് ആവുന്നില്ലെങ്കിൽ ആഫ്റ്റർ 7 ഡേയ്സിൽ വന്ന് വിസിറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. സോ ഇവിടെ വിസിറ്റ് ടൈം എന്ന് പറയുന്നത് 10 AM to 10:25 AM ആണ്. ദാറ്റ് ഈസ് 25 മിനിറ്റ്സ് ആണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു 7 ഡേയ്സിന് ശേഷം വിസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവരുത്. വിസിറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്, 7 ഡേയ്സിനുള്ളിൽ വിസിറ്റ് ചെയ്തു എന്നൊന്നുമല്ല പറയുന്നത്, വിസിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊരു ടെലിഫോണിക് സർവീസായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പം കറൻ്റ്ലി പേഷ്യൻ്റ് ഡയറക്റ്റ്ലി കണ്ടിട്ടൊന്നുമില്ല, ഒരു ടെലിഫോണിക് സർവീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ ടൈം ബേസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 25 മിനിറ്റ്സ് വരുന്നത് 9944 21 to 30 മിനിറ്റ്സിൻ്റെ റേഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ആൻസർ ഇസ് 9944.